വാടക ചീട്ടും കൊടുത്ത് ഞാൻ ആളെ അയച്ചാൽ വാടക കൊടുക്കണം. അല്ലാതെ തർക്കുത്തരം പറയാനല്ല ഞാൻ തനിക്ക് വീട് വാടകയ്ക്ക് തന്നത്. അച്ഛൻ എന്തിനാ ഈ വാടകയുടെ കാര്യത്തിൽ വിഷമിക്കുന്നത്? അതിന് ഞാനില്ലേ, അല്ലെങ്കിൽ ഏട്ടനില്ലേ? സ്വന്തം തന്തയെ ഉപ്പും മുളകും തേച്ച് നാലായിട്ട് മടക്കി വിഴുങ്ങാനല്ലേടാ നീയൊക്കെ മക്കളായി ജനിച്ചത്. ഈ കോയയുടെ വാടക എന്താടാ കണക്കിൽ വരാത്തത്? മൂപ്പിൽനായുടെ പിറന്നാൾ ദിവസം ഞാൻ വാടക കൊണ്ട് തന്നപ്പോ അന്നേ ദിവസം കൈ തെറ്റൊന്നും വാങ്ങൂലെന്ന് മൂപ്പിൽനാരനല്ലേ പറഞ്ഞേ? അല്ല, അത് മറന്നോ? നിന്റെ പേരെന്താണ് പറഞ്ഞത്? കോയ, കരിപ്പൂര് കോയ. താൻ കരിപ്പൂർ കോയയാണെങ്കിലേ ഞാൻ തിരുപ്പൂർ നായരാ. ആ ദിവസം ഒന്നും കൈനീട്ടി വാങ്ങുകയല്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ അതിനടുത്ത ദിവസം ഞാൻ കൈനീട്ടും. കരിപ്പൂർ കോയയ്ക്ക് മനസ്സിലായോ? ഇന്ന് വൈകുന്നേരത്തോടെ ഇവന്റെ വാടകന്റെ കണക്ക് പുസ്തകത്തിൽ കാണണം. അല്ലെങ്കിൽ കണക്ക് പുസ്തകത്തിന്റെ മുകളിൽ ഇവന്റെ താക്കോല് കാണണം. ഇതാരുടെ താക്കോലാടാ? കോയയുടെ താക്കോലല്ല, എന്റെ താക്കോലാണ്. ഈ താക്കോലും പിടിച്ച് അച്ഛന്റെ കാര്യങ്ങളും നോക്കി ഞാൻ ജീവിതം തുടങ്ങിയിട്ട് വർഷം കുറയായി. അമ്മ മരിക്കുന്നതിന് മുമ്പ് ഈ താക്കോലിന്റെ പല കൂടപ്പിറപ്പുകളും എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അമ്മ പോയതോടെ പലതും മേട്ടന്റെ കയ്യിലായി. ഒന്ന് രണ്ടെണ്ണം കമലാക്ഷിയുടെയും സഹദേവന്റെയും കയ്യിലായി. ചിലത് അച്ഛൻ തന്നെ തിരിച്ചു വാങ്ങി. ഈ താക്കോലും കണക്ക് പുസ്തകവും അന്നേ തന്നെ ഞാൻ തിരിച്ചേൽപ്പിക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ മരിക്കാൻ നേരത്ത് എന്റെ പെറ്റമ്മ എന്നെ വിളിച്ചൊരു സ്വകാര്യം പറഞ്ഞു. ഇല്ലേടി? എന്ത് സ്വകാര്യം? എന്ത് തന്നെ വന്നാലും എത്ര തന്നെ ചീത്ത പറഞ്ഞാലും അച്ഛനെ പൊന്നുപോലെ നോക്കണമെന്നാണ് അമ്മ എന്നോട് പറഞ്ഞത്. അല്ലേടി? അച്യുതൻകുട്ടിയേട്ടനെയും കമലാക്ഷിയെയും അളിയനെയും അമ്മയ്ക്ക് വിശ്വാസമില്ലായിരുന്നു. അതാ അവരോട് പറയാതെ എന്നോട് പറഞ്ഞത്. അച്ഛനെ നമസ്കരിക്കടി. എന്തുവാ ഇത്? എന്റെ പൊന്നച്ഛൻ വിശ്വസിക്കല്ലേ? എന്റെ പൊന്നച്ഛ, ഈ കേട്ടത് മുഴുവൻ കള്ളത്തരമാണ്. എന്താ ഇത്? എല്ലാരും കൂടെ അമ്മയ്ക്ക് എന്നെ വിശ്വാസമില്ലെന്ന് ഇവരെങ്ങനെയാ പറയുന്നത്? ഇവരെക്കാളും 4 കൊല്ലം മുമ്പ് അമ്മയെ കണ്ടവനാ ഞാൻ. അളിയോ, എന്നോടും തങ്ങളോട് വേണ്ടായിരുന്നു. ഇത്രയും വിഷം അച്ഛന്റെ മനസ്സിലേക്ക് ഓരി ഒഴിച്ചിട്ട് നിനക്ക് എന്താണ് കിട്ടിയത്? ആദ്യം ജനിച്ചാലും ശരി, അവസാനം ജനിച്ചാലും ശരി, അച്ഛനും അമ്മയ്ക്കും മക്കളെല്ലാം ഒരുപോലെ തന്നെയാ. അച്ഛനെ നോക്കാൻ വേണ്ടിട്ടല്ലേ സ്വന്തം വീട് വിട്ട് ഞങ്ങളല്ലേ ഇങ്ങോട്ട് പോകുന്നത്? നിങ്ങളുടെ വീട് വാടകയ്ക്ക് കൊടുത്തിട്ടല്ലേ പെങ്ങൾ അളിയൻ ഇവിടെ വന്ന് താമസിക്കുന്നത്? അപ്പൊ താനോ? ഞങ്ങൾക്ക് കിട്ടിയ വീടിന് നല്ല ഉറപ്പ് പോരാ. അതൊന്ന് കെട്ടിപ്പൊക്കണം, അല്ലാതെ അവിടെ താമസിക്കാൻ പറ്റില്ല. അച്ഛൻ വിളിച്ചിട്ടല്ലേ ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്? അല്ലേടി? അതെ. ഉറപ്പ് പോരെങ്കിൽ പിന്നെ എന്തിനാണ് അത് എഞ്ചിനീയർക്ക് വാടകയ്ക്ക് കൊടുത്തത്? എഞ്ചിനീയർക്ക് ആ ഉറപ്പ് മതിയെന്ന് പറഞ്ഞു. എനിക്കിത് പോരേട്ടാ. കൊച്ചക്കൻ പറയുന്ന കളവാണച്ചാ. അച്ഛനത് വിശ്വസിക്കരുത്. മരിക്കുന്നവരെ അമ്മയുടെ തലക്കിലിരുന്ന് നാമം ചോദിച്ചാലും ഞാനാ. ആ നാമജപം സഹിക്കാൻ കഴിയാഞ്ഞിട്ടാ അമ്മ വേഗം പോയത്. കൊച്ചക്കൻ, ഞാൻ ഇത് കേട്ടില്ലേ അച്ഛാ? അമ്മയെ ഞാൻ പൊന്നുപോലെയാ നോക്കിയത്. അവസാനത്തെ ശ്വാസം പോകുന്നതിന് മുമ്പ് അമ്മയ്ക്ക് വാസുണ്യെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ വാസുണ്യെ കൊണ്ടുവന്ന് അമ്മയുടെ കാൽക്കൽ നമസ്കരിപ്പിച്ചു. കിടന്നുകൊണ്ട് കൈനീട്ടി വാസുണ്ണിയുടെ നെറുകയിൽ തൊട്ടമ്മ അനുഗ്രഹിച്ചു. ഓനെ വാസുണ്ണി, നിന്റെ കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ നോക്കിക്കോളൂന്ന് അമ്മ പറയുകയും കൂടി ചെയ്തു. എന്താ മലർന്ന് കിടന്ന് ശ്വാസം വലിക്കുന്ന അമ്മ എങ്ങനെയാ കാല് പിടിച്ചു നിൽക്കണ വാസുണ്ണിയുടെ നെറുകയിൽ തൊടുന്നത്? കൈക്കിത്ര നീളുണ്ടാവുക എന്റെ അമ്മ ആരോ കിങ്കോങ്ങ. മുത്തച്ഛ, ആശാരി വന്നു. സഹായിക്കണോ? ആശാരി കിടപ്പിലായിരുന്നു. ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ മുത്തച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് വടക്കാഞ്ചേരിന്നേ ആംബുലൻസും പിടിച്ചിഞ്ഞു പോകുന്നു. എന്റെ കറപ്പായി, നീ ഇപ്പോഴും ജീവനോടുണ്ടോടാ? ഉണ്ടേ, അതുകൊണ്ടല്ലേ കാണാൻ വന്നത്. ഞാൻ പണിത ഈ കോവണി 60 കൊല്ലം കാരിന് പോലെ കിടന്നില്ലേ മൂപ്പിൽ നായരെ? ഇപ്പൊ ഇത് ഏത് കഴിവേറിയാ ചവിട്ടി പൊളിച്ചത്? കഴിവേറി ഞാനാ. അല്ല, അത് ചവിട്ടി പൊളിക്കാനും വേണം ഇത്തിരി കരുത്ത്. അതിപ്പോഴും മൂപ്പിൽദാർക്ക് മാത്രമേ ഉള്ളേ. സമയം കളയാതെ നീ അതൊന്ന് നോക്ക്. എനിക്കത് നന്നാക്കാതെ ഒരു സമാധാനവും ഇല്ലടോ. ആദ്യം ആരെങ്കിലും ഒരു വിളക്കൊന്ന് കത്തിച്ചു വെച്ചേ. ഭഗവതിയെ വിചാരിക്കാതെ ഞാൻ മുഴങ്കോല് തൊടില്ല. ഇതാണോ ചേച്ചിയുടെ വീട്? ആരെയും പുറത്ത് കാണുന്നില്ലല്ലോ. മുത്തച്ഛനെ ദയിപ്പിച്ചു എന്നാ തോന്നണത്. ചേച്ചി, വെള്ളമൊന്നും ഉണ്ടാക്കല്ലേ. നല്ല കൺട്രോൾ വേണം. കൺട്രോള്. കൊണ്ടുപോയിട്ടില്ല. കിടക്കുന്നു മുത്തച്ഛനെ.
അല്ല മൂപ്പിനാര് കാറ്റുപോയോ? മോളെ 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 എന്ന് പറഞ്ഞ ഈ പടിവരെ എത്തിയിട്ട് ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ണു നിറച്ച് കണ്ടില്ലല്ലോ ഈശ്വര. സാറേ സാറേ ആ പ്രശ്നമായി സാറേ. ചേച്ചിയെ കണ്ടതും ചത്തോയ മുത്തച്ഛൻ എഴുന്നേറ്റ് വന്ന് കെട്ടിപ്പിടിക്കാൻ വന്ന വേറൊരു മുത്തച്ഛൻ ചത്തും പോയി. പുതപ്പിച്ച് ശ്മശാനത്തിലേക്ക് എടുക്കാൻ വെച്ച മുത്തച്ഛന്റെ 4 വാരിയല്ലേ ചേച്ചി അമർന്ന് വീണപ്പം പൊട്ടിപ്പോയി. ആ മുത്തച്ഛൻ നിലവിളിച്ചപ്പോ വേറൊരു മുത്തച്ഛൻ മോളെന്ന് വിളിച്ചതും ചേച്ചി ഡീം. ആ വീട്ടിലെന്തോ പ്രേതബാധയുണ്ട് സാറേ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതേവരെ ഇത്രയും പ്രേതങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ല. മായിക്ക് എന്തു പറ്റി? ചത്ത മുത്തച്ഛൻ എഴുന്നേറ്റതും ചേച്ചിക്ക് ബോധം പോയി സാറേ. ചേച്ചിയെ എല്ലാ പ്രേതങ്ങളും ഒന്നായെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ മുത്തച്ഛനോ? മുത്തച്ഛൻ പുറച്ചുമൂടി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇനി നല്ല ധൈര്യമുള്ള ആരെങ്കിലും ചെന്ന് ആവാഹിച്ച് ദഹിപ്പിക്കണം, അല്ലാതെ രക്ഷയില്ല. അതാണ് വാസുണ്ണി ശിവൻകുട്ടിയേറിനെ പോലെ മണ്ടനല്ല അമ്മേ. ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് അന്തസായി നടത്തിയിരിക്കും. ഇതുവരെ വരാത്ത മായ ചേച്ചി ഇപ്പൊ ഇവിടെ വന്നില്ലേ? അതാണ് പറഞ്ഞത്, ആണായി ജനിച്ചാ മാത്രം പോരാ, അല്പസ്വല്പം ബുദ്ധിയും വേണമെന്ന്. ജീവനോടിരിക്കുന്ന മുത്തച്ഛനെ തല്ലി കൊന്നിട്ടാണോടാ കഴുത ആണത്തം കാണിക്കുന്നത്? എന്റെ കുഞ്ഞിനെ കിഴക്കാൻ നിനക്കാരാണ് അധികാരം തന്നത് മോനക്കഴുത്. ചില തല കണ്ടാ കിണ്ണാൻ തോന്നും. എന്റെ കൂടെ പറപ്പേ, നീ ഒരു കിണ്ണും കൂടി കിണ്ണേ കിണേന്ന് കേക്കണം. എന്റെ മായയുടെ അടുത്താണോ തോന്നിയ ദിവസം കാണിക്കുന്നത്? അതിബുദ്ധി കാണിച്ചിട്ടുണ്ടല്ലേ ചവിട്ടി. ഒരിക്കലും മരിക്കരുതേ എന്ന് ഞങ്ങളെല്ലാം മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ അച്ഛൻ മരിച്ചു കാണാൻ വേണ്ടിയല്ലേ പെങ്ങളി കരുതേ കൊണ്ട് അച്ഛൻ മരിച്ചു എന്ന് കമ്പടിപ്പിച്ചത്. അച്ഛനൊന്ന് മാറിക്കേ. പറയുമ്പോ എല്ലാം പറയണല്ലോ മായ. ആ കഴുത വാസുണ്ണിയോട് പറയുന്നതിന് പകരം മുത്തച്ഛൻ കമ്പി അടിക്കണം എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. മുത്തച്ഛൻ എന്ത് വിവരക്കടായി കാണിച്ചു. കൂടി പോയി. പൊക്ക് ദേശം ഇടത്തോട്ട് തിരിക്ക്, കുറച്ചുകൂടെ പൊക്ക്. ആ മതി. നീ ഇപ്പൊ എന്താ കാണുന്നത്? വലിയൊരു പ്രേതലോകം കാണുന്നുണ്ട്. അതല്ലടാ, വീടിന് പുറത്ത് ആരെങ്കിലും ഉണ്ടോ? ഒരൊറ്റ ജീവിയില്ല. എന്നെ ചാടിക്കോ. ചാടാം. മുത്തച്ഛന്റെ വല്ല നായ്ക്കളും കാണുമോ ഇതിനകത്ത്? അതിന് മുത്തച്ഛൻ ഇവിടെ നായ്ക്കളെല്ലാം വളർത്തുന്നത്. തിമിംഗലങ്ങളെ നീ ചാടിക്കോ. ആ ചാടിക്കോ. ചാണകക്കുഴി. താങ്ക് യു. ദാസ, നിനക്ക് ഈ വീടിന്റെ ശരീരശാസ്ത്രത്തെ പറ്റി വല്ല പിടിയുണ്ടോ? ഞാൻ എന്റെ ശരീരം കൊണ്ട് ഇവിടെ ഒന്ന് പരതി നോക്കിയിട്ട് വരാം. സാർ ആരും കാണാതെ പതുങ്ങി നിൽക്കണേ. പ്രേതം ശവം ഇതിലെടുത്തിട്ടില്ല. മുത്തച്ഛനാണ്. മുത്തച്ഛൻ കണ്ടില്ലേ? ജീവനുള്ള പ്രേതം. അതൊരു തേങ്ങാ പിണ്ണാക്കുമല്ല, ഒരാള് കിടക്കുന്നതാ. നീ ഇവിടെ ഇരി. ഞാൻ ആ കോളിംഗ് ബെല്ലടിച്ചിട്ട് വേഗം വരാം. മിണ്ടാതിരിയടാ. ഹലോ ഹലോ, മൂപ്പിൽ നായർ അകത്തുണ്ടോ? ഉണ്ടല്ലോ. നമ്മളാരാ മനസ്സിലായില്ലല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ഭാര്യ പറഞ്ഞയച്ച ഒരാളാ. എനിക്ക് അദ്ദേഹത്തെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ഓ ഞാൻ കോളിംഗ് ബെല്ലടിച്ചിട്ടുണ്ട്. വാതിലിപ്പൊ തുറക്കും. എന്താ എന്താ? ഞാനിവിടെ പഠിക്കില്ലേ? ഒരു ആംബുലൻസ് വിളിയേ, എന്റെ വീട്ടിൽ കൊണ്ടാക്കേ. എന്താ പ്രശ്നം വെച്ചാ പറ. ആശാരി എന്ത് കൊണ്ടെന്നോ പറയണേ? എന്താ ഇവിടെ ഒരു നിലവിളി കേട്ടത്? ആശാരി എന്തോ കൊണ്ട് പേടിച്ചതായിട്ട്. പേടിക്കാൻ? ഈ രാത്രി ഇവിടെ എന്ത് കണ്ട് പേടിക്കാൻ? എന്തെങ്കിലും കണ്ട് പേടിക്കാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞില്ലേ ഇയാൾക്ക്? അച്ഛന്റെ ഒരു നട്ടപ്പരാന്ത്. ഒരു കോണി പൊളിഞ്ഞു എന്ന് വെച്ചിട്ട് ഇയാൾ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ മോളെ? താൻ ബ്രേക്ക് ഇടാണ്ട് അങ്ങോട്ട് നടക്കടോ. മായ അകത്തുണ്ട്. നേരെ ചെന്നാലോ? ഒരു തിമിങ്ങല ഇപ്പോഴും പുറത്താണ്. അതിനകത്താക്കിയിട്ട് ഞാൻ ഇപ്പൊ വരാം.
രാത്രി ഹോട്ടലിലേക്ക് ഒളിച്ചു വരാൻ നിൽക്കണ്ട. അത് അതിലേറെ പ്രശ്നമാവും. മോളെ ഞാൻ നോക്കിക്കോളാം. കാണുന്നില്ലല്ലോ, ആരെയും കാണുന്നില്ലല്ലോ. പിന്നെ ആരുടെ ശബ്ദമാ ഞാൻ കേട്ടത്? ദാസനല്ലേ നിലവിളിക്കുന്നത്? അവനെവിടെ? നീ പൊയ്ക്കോ. കരയല്ലേ മോളെ, കരയല്ലേ. മോളുടെ അമ്മ ആപ്പിലായി. അച്ഛൻ എന്താ ചെയ്യാ? അകത്ത് കയറാനും വയ്യ, തിരിച്ചു പോകാനും വയ്യാത്ത അവസ്ഥയിലായല്ലോ നമ്മൾ രണ്ടാളും. കുഞ്ഞിന് മുല കൊടുത്തോ സാറേ? മുല കൊടുക്കാൻ നിന്റെ അമ്മൂമ്മ ഇപ്പൊ വരും, വണ്ടി അയച്ചിട്ടുണ്ട്. കുഞ്ഞിന് പാല് കൊടുത്തോന്നാ ചോദിച്ചത്. പ്യാല് കൊടുത്ത് ഇപ്പൊ കിടത്തിയുള്ളൂ, അപ്പോഴേക്കും ഉണർന്നു. ആ കുഞ്ഞുങ്ങളായ അമ്മയുടെ പാലും കുടിച്ച് ചൂടും പിടിച്ച് കിടക്കണം സാറേ. അച്ഛന്റെ ചൂടിന് ടെമ്പറേച്ചർ ഇത്തിരി കൂടുതലാ. അതും ചൂടന്മാരായ അച്ഛന്മാരാണെങ്കിൽ പറയുന്നേ. നിന്നോട് ഒരു ഫാരക്സ് മേടിക്കാനാണ് പറഞ്ഞത്, നീ എന്തിനാ രണ്ടെണ്ണം മേടിച്ചത്? ഒരെണ്ണം നോക്ക്, ഒന്ന് നമ്മക്ക്. അല്ലാതെ ഈ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചാൽ മുതലാവില്ല. അയ്യോ, നല്ല ഒരു ഉണ്ണി വാവ. ഇതെവിടെ നിന്ന് കിട്ടി സാറേ? മായ പെറ്റതാ. ആഹാ, രണ്ടാമത് പെറ്റതാ മോള്. എന്തേ നിനക്ക് വളർത്തണോ? നല്ല തറവാടിത്തോള്ള കുട്ടി. അച്ഛന്റെ അതേ മുഖം. ഇതെന്താ മണ്ണ് വരുത്തിനോ? വേറെ ഫുള്ളാണല്ലോ.